യെസ്, ഇനി നമ്മൾ പോകുന്നത് ലോക വാർത്തകളിലേക്കാണ്. നമുക്ക് ചുറ്റും എന്തൊക്കെ സംഭവിക്കുന്നു, ഈ ലോകത്ത് എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നു, ഇനി പ്രത്യേകിച്ച് ഗസയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നു. തീർച്ചയായും അനീഷ ഇപ്പോൾ റെഡിയാണ്. നമ്മൾ അനീഷയിലേക്ക് പോകുന്നു. അനീഷ, ഗസയിൽ എന്ത് സംഭവിക്കുന്നു, ഒപ്പം വൈറ്റ് ഹൗസിൽ ഇന്ന് നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയ്ക്ക് എത്ര കണ്ട് പ്രാധാന്യമുണ്ട് എന്നതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വിവരണം നമ്മൾ നേരത്തെ നൽകി കഴിഞ്ഞു. പക്ഷെ അത് പോരാ, കുറെ കൂടി വിശദമായി ആ കാര്യങ്ങൾ അറിയണം. ഒപ്പം തന്നെ ലോകത്ത് മറ്റേതൊക്കെ ഭാഗങ്ങളിൽ കാര്യമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി അറിയാം. സൈഫു ജൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗസ തന്നെയാണ് ഇന്നത്തെയും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടക്കുകയാണ്. ലോകം ആ കൂടിക്കാഴ്ച ഉറ്റുനോക്കുകയാണ്. ഇന്നും പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും വാർത്ത അവിടെ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ മിഷിഗണിൽ ഒരു വെടിവെപ്പ് നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടിയുണ്ട്. ഏതായാലും നമുക്ക് വാർത്തകൾ വിശദമായി തന്നെ നോക്കാം. ഇന്ന് ലോകത്തിന്റെ കണ്ണുകൾ അത് US-ലേക്കാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയാണ്. വൈറ്റ് ഹൗസിലാണ് ആ കൂടിക്കാഴ്ച നടക്കുന്നത്. ഗസയിൽ യുദ്ധവിരാമം ഉടൻ ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയെ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക 21 നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതി നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇത് സംബന്ധിച്ചായിരിക്കും ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച. അതിനിടയിലും തങ്ങൾ പിന്നോട്ടിലെന്ന് ആവർത്തിക്കുന്ന നിലപാട് തന്നെയാണ് നെതന്യാഹുവും ഒപ്പം തന്നെ ഇസ്രായേൽ മന്ത്രിമാരും സ്വീകരിക്കുന്നത്. പക്ഷേ US-ന്റെ സമ്മർദ്ദത്തിന് അവർ വഴങ്ങുമോ എന്നാണ് ഇനി നോക്കിക്കാണാനുള്ളത്. സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് സ്മോട്രിച്ച് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നെതന്യാഹുവിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കി ഇടക്കാല സർക്കാർ രൂപീകരണവും ഒപ്പം തന്നെ ഗസ പുനർനിർമ്മാണവും ഒക്കെയാണ് US-ന്റെ നിർദ്ദേശങ്ങൾ ഉള്ളത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അത് US സംബന്ധിച്ച ആ നിർദ്ദേശത്തിലുള്ളത്. പക്ഷെ അതേസമയം തന്നെ ഈ നിർദ്ദേശങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്നാണ് ഹമാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഹമാസ് സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളത് കൂടി വളരെ നിർണായകമാണ്. അതിനിടെ തന്നെ വെടിനിർത്തലിന് ശേഷമുള്ള ഗസയിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ സുപ്രധാന പങ്കുവഹിക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഇന്നലെ പുറത്തു വന്നിരുന്നു. അതായത് ഇറ്റാലിയൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അന്റോണിയോ തജാനിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു വശത്ത് തന്നെ ഇത്തരത്തിൽ വെടിനിർത്തലിനുള്ള ചർച്ചകൾ അല്ലെങ്കിൽ തീവ്ര ശ്രമങ്ങൾ മധ്യസ്ഥരാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോഴും മറുവശത്ത് ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടരുന്ന സാഹചര്യമാണ്. അതായത് ഹമാസ് കീഴടങ്ങുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തില്ല എങ്കിൽ ഗസയെ മുഴുവനായും തകർക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നലെ മാത്രം നടന്ന ആക്രമണങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ 41 പേരാണ് ഇന്നലെ മാത്രം നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ മധ്യ ഗസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലും ബോംബ് ഇട്ടിട്ടുണ്ട്. അവശേഷിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തിലൂടെ തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആശുപത്രി, ഗസയിലെ പ്രധാനപ്പെട്ട ആശുപത്രിയാണ് അൽഷിഫ ആശുപത്രി, അതിനു സമീപം ഇസ്രായേൽ ടാങ്കുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഇപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് UN രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയ്ക്ക് ഇന്ന് സാധ്യതയുണ്ടോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കയിലെ മിഷിഗണിൽ നിന്നാണ്. അവിടെ ഒരു പള്ളിയിൽ വെടിവെപ്പുണ്ടായിരിക്കുകയാണ്. 4 പേരുടെ മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഗ്രാൻഡ് പ്ലാങ്കിനുള്ളിലെ ക്രൈസ്തവ പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നതിനിടയിലാണ് ഈ ഒരു ആക്രമണം നടക്കുന്ന സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് എങ്ങനെയാണ്: പള്ളിയിലേക്ക് ഒരാൾ വാഹനം പെട്ടെന്ന് ഓടിച്ചെത്തുന്നു. അതിന് പിന്നാലെ പള്ളിയിലുള്ളവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നു. പിന്നാലെ അദ്ദേഹം പള്ളിക്ക് തീയിടുകയും ചെയ്യുന്നു. പിന്നാലെ തന്നെ പോലീസ് സ്ഥലത്ത് എത്തുകയും പള്ളിയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഏതാണ്ട് 100 കണക്കിന് പേർ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഈ ആക്രമണം നടത്തിയ ആളെ കുറിച്ച് പോലീസ് പറയുന്നത് എങ്ങനെയാണ്: ബ്രിട്ടനിൽ നിന്നുള്ള തോമസ് ജേക്കബ് സാൻഫോർഡ് എന്നയാളാണ്. ഇയാളൊരു 40-കാരനാണ്. ഇയാളാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അപ്പോഴും എന്തിനായിരുന്നു ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ആക്രമണത്തെ പ്രതികരിച്ചുകൊണ്ട് US പ്രസിഡന്റ് ട്രംപ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവർക്ക് നേരെയുള്ള മറ്റൊരു ആക്രമണമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ചെറുക്കണം, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് അറുതി വരണം എന്നും ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു.